താങ്കളാ മരത്തിൽ പിടിക്കൂ. ഇതേതായാലും നന്നായി. ഇനി അങ്ങക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. കുഷ്യന്റെ ആവശ്യം വരികയില്ല. എന്റെ മനസ്സ് അനുവദിക്കുന്നില്ലെങ്കിലും സ്കോർ പറയാതെ നിവൃത്തിയില്ലല്ലോ. ജഡ്ജായി പോയില്ലേ. നന്ദു 1, ഹണി 2. പോപ്പേട്ട്, നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ഉണ്ട്. അടിച്ചു പൊളിച്ചു തിമിർത്തു. നീ എന്താ വിചാരിച്ചത്? എന്നെ നിന്റെ പ്രാങ്കിലങ്ങ് വീഴ്ത്തിക്കളയെന്നാണോ? എനിക്ക് മനസ്സിലായി. ഇതിൽ കളർ പുറകിൽ നിന്നാണ് വരുന്നത്. സംശയമുണ്ടോ? നന്ദു 2, ഹണി 2. ഈ ആപ്പിൾ ഞാൻ കഴിക്കും. ഇല്ല ഇല്ല, ആപ്പിൾ ഞാൻ കഴിക്കും. ഞാൻ കഴിക്കും. സുൽത്താന്റെ മകൻ ബാഡ് മങ്കി. തല്ല് പിടിക്കേണ്ട കുട്ടികളെ, ഈ ആപ്പിൾ ഞാൻ തന്നെ കഴിച്ചോളാം. ഇപ്പോഴത്തെ സ്കോർ ഹണി 3, നന്ദു 2. എന്റെ വണ്ടിക്ക് ടയർ 4 ഇവരുടെ കാർ സ്റ്റിയറിംഗ് അയ്യോ 2. അടികൈ. ഓയേ ഓ ഓ അയ്യോ. ആലയിൽ എന്തിനാണ് ചെടിച്ചട്ടി ഇട്ടത്? അയാൾക്ക് മുറിവുണ്ടായാൽ അയാൾ എങ്ങനെ കാശ് കൊണ്ടുവരും? ബാബ, എന്തെങ്കിലും ഒന്ന് ചെയ്യണേ. ഞങ്ങളുടെ ഈ ഡീല് വളരെ അത്യാവശ്യമുള്ള ഒന്നാണ്. ഒന്നും തന്നെ നടക്കില്ല. നിന്റെ ഈ ഡീൽ ഫൈനലിൽ എത്തില്ല മകനെ. ഞാൻ എത്ര ലക്ഷം വേണമെങ്കിലും തരാം. എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കൂ. സാർ, ബാബ വേണ്ടാന്ന് പറഞ്ഞ അപ്പോ ഡീലിനെ മറന്നേക്കണം. അതെങ്ങനെയാണ് കഴിയുക? 100 കോടിയുടെ ഡീല് ഞാൻ എങ്ങനെയാണ് മറക്കുക? ബാബ, ഞാൻ 5 ലക്ഷം രൂപ തരാം. ഈ ഡീൽ ഒന്ന് ഫൈനൽ ചെയ്യൂ. ഉപായം പറഞ്ഞു തരൂ. അതെ, നിങ്ങളുടെ ഭാവി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. താങ്കൾക്കൊന്നും സംഭവിക്കില്ല. സംശയമുണ്ടോ? ഫുട്പാത്തിൽ തത്തയും കൊണ്ടിരിക്കുന്ന ജോത്സ്യൻ നിങ്ങളുടെ ഭാവി എങ്ങനെ പറയുവാനാണ്? എന്താ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഞാൻ പറഞ്ഞു തരാം വത്സ. ഞങ്ങളുടെ സേഠ്ജി അങ്ങനെ പെട്ടെന്ന് ആരെയൊന്നും വിശ്വസിക്കില്ല. നാം ലസി ബാബയാണ്. എല്ലാ നാട്ടുകാർക്കും എന്നെ അറിയാം. ഞാൻ പ്രവചിച്ചതെന്തും ഇന്ന് വരെ നടക്കാതിരുന്നിട്ടില്ല. എടാ, ഇതാണ് നമ്മുടെ ലസി ബാബ. ബാബ, ഞങ്ങളുടെ ഡീൽ നടക്കുകയാണെങ്കിൽ 100 കോടിയുടെ ചെരുപ്പ് നിങ്ങൾക്ക് ഞങ്ങൾ വാങ്ങിച്ചു തരാം. കൊച്ചളിയാ. ഹണി, നീ അടുത്ത മരത്തിന്റെ പുറകിലോട്ട് പൊക്കോ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ. എന്റെ ഫോണിങ്ങതാ.
ഇത് ലസി ബാബയുടെ ശിഷ്യനല്ലേ? സംശയമുണ്ടോ? ബാബാജിയുടെ മുഴുവൻ പ്രസാദവും പുറത്തു വന്നല്ലോ. സംശയമുണ്ടോ? ഇവനും ബാബാജിയുടെ ശിഷ്യനാ. ആ പ്രവചനത്തിൽ പറഞ്ഞിരുന്ന അപകടം ഉണ്ടാക്കാൻ വന്നതാ. നിങ്ങളെല്ലാവരും ഓടിയാൽ ഞാൻ പിന്നാലെ ഓടിയെത്തും. ചാടി ചാടി ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും. അടികൈ. കണ്ട സാറേ, വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടോ? എന്നാ പിന്നെ ഓടിയേ പറ്റൂ. ഫ്രിഡ്ജിൽ വലിയ വലിയ മാങ്ങകളുണ്ട്. ഞാൻ ഓടിയിട്ടാണെങ്കിൽ എന്റെ വെയിറ്റ് കൂടുന്നുണ്ട്. ആഹാ. ഓ, ആ. ഊ, ഊ, ഊ. അല്ല, എന്റെ ഈ ടവലിൽ എങ്ങനെയാ കാല് മുളച്ചു വന്നേ? ഇത് എന്റെ കാലായിരുന്നു മകനെ. ഓ, ഓ. നീ എന്റെ കാലിൽ തൊട്ടിരിക്കുന്നു. നിനക്കിനി നല്ലത് മാത്രമേ വരൂ വത്സ. മനുഷ്യനിൽ നിന്നും വീണ്ടും കുരങ്ങാവുന്നത് എന്തിനാണ്? എന്റെ പേര് വത്സൻ എന്നല്ല, കന്ന എന്നാ. വത്സനായിക്കോട്ടെ, കന്നയായിക്കോട്ടെ, നീ എത്രയും പെട്ടെന്ന് വത്സനാകാനുള്ള യോഗമുണ്ട്. വാതുറക്ക് പ്രസാദം കഴിക്ക. ഗോപിയുടെ ഭാര്യയുടെ പേര് മേഴ്സി എന്നാണ്. ഇപ്പൊ നിങ്ങൾ എനിക്ക് തന്നത് ലസിയാണ്. അടികൈ. ഇനി ഞാൻ സ്വത്തിനെ കുറിച്ചോ സമ്പത്തിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല. എന്ത് പറ്റി കിറ്റി? ഓ, ബ്ലോക്ക് ഓഫീസിൽ ചെന്നപ്പോ മൊത്തം ബ്ലോക്ക് ആയതുപോലെ ഉണ്ട്. ലസി ബാവ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദാ ഇപ്പൊ സത്യമാവുന്നുമുണ്ട്. ഓഹോ. എന്താ? ലസ്സി ബാബയോ? ആ അതേടാ, ലസി ബാവ എന്നോട് പറഞ്ഞു എനിക്ക് ധനയോഗം ഉണ്ടെന്ന്. എനിക്ക് ഒരു 100 രൂപ കിട്ടി. ബാബ പറഞ്ഞു സമ്പന്നനാവുമെന്ന്. 200 മില്യൺ പൗണ്ടിന്റെ സമ്പത്ത് കിട്ടി. പിന്നെ ലസി ബാബ പറഞ്ഞിരുന്നു ആപത്ത് വരുമെന്ന്. ഓ, മോളിന്ന് ചെടിച്ചട്ടി തലയിലേക്ക് വീണു. ഓഹോ. പക്ഷെ താങ്കളുടെ വീട്ടിന്റെ മുകളിൽ ചെടിച്ചട്ടിയൊന്നും ഇല്ലല്ലോ. അതേതായാലും ഭാഗ്യമായി. മോളി ചെടിച്ചട്ടി ഇല്ലാഞ്ഞിട്ട് പോലും തലയിൽ വീണില്ലേ? ലസി ബാവയുടെ അനുഗ്രഹം. ഓഹോ, അദ്ദേഹത്തിന് കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. ഓഹോ. ഇത് ഭാഗ്യമല്ല, പ്ലാനാണ്. ഏത് നമ്പറിൽ നിന്നാ 200 മില്യൺ പ്രോപ്പർട്ടിയുടെ കോഡ് വന്നത്? ആ നമ്പർ ഒന്ന് ഡയൽ ചെയ്യ്. നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. സന്യാസിയായെന്ന് തോന്നുന്നു. ഓഹോ. ആ ഡോങ്കി ബാബ താങ്കളെ വിഡ്ഢിയാക്കിയതാണ്. സംശയമുണ്ടോ? എന്റെ സമ്പന്നനാകാനുള്ള സ്വപ്നം തകർന്നു പോയി. തലയിൽ ചെടിച്ചട്ടി വീണത് മാത്രം ബാക്കിയായി. അടികൈ. എടാ കുട്ടികളെ, നിങ്ങളുടെ വോട്ട് സണ്ണിക്ക് തന്നെ കൊടുക്കണം, മനസ്സിലായല്ലോ? കൂട്ടുകാരെ, കിറ്റിയുടെ ഡോളിന് വോട്ട് ചെയ്യണേ. മണ്ടൻ എന്നും മണ്ടത്തരമേ പറയൂ. കിട്ടിയുടെ ഡോളിന് നിങ്ങൾ വോട്ട് ചെയ്യൂ. അടികൈ. എടാ, ഞങ്ങള് മണ്ടൻ എന്ന് പറയുന്നു. സാറേ, അങ്ങനെ മണ്ടനായി പോകരുതേ. ഇതുപോലെ പ്രചാരണം ചെയ്താ കിറ്റിയുടെ ഡോൾ തീർച്ചയായിട്ടും തോറ്റു പോവേ. ഭാര്യ ഭർത്താവിനോട് പ്രശ്നമുണ്ടാക്കി വീട്ടിലെ പാത്രങ്ങൾ തല്ലിപ്പൊട്ടിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വാർത്ത അനുസരിച്ച് പട്ടണത്തിൽ ഏതോ ഒരു സ്ഥലത്ത് ഒരു വലിയ മത്സരം നടക്കാൻ പോകുന്നു. അതായത് റോബോയും ഡോളും തമ്മിൽ. ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഉറങ്ങിക്കൊള്ളൂ. കാരണം നാളെ രാവിലെ ഞങ്ങളുടെ ചാനൽ നടക്കാൻ പോകുന്നു ഈ കോമ്പറ്റീഷന്റെ ലൈവ്.
കിറ്റിയുടെ ഡോളിനെ മൂവ്മെന്റ് ചെയ്യാൻ മാത്രമേ അറിയാവുള്ളൂ. എന്നാൽ റോബോ തലകുത്തി മറിയും. എന്റെ മുണ്ട പോയി. റിമോട്ട് റിപ്പയർ ആയെന്നാ തോന്നുന്നത്. എടാ ഒന്ന് നിക്ക്. എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്. ബോക്സർ. എന്റെ റോബോ. ഈ റോബോ എല്ലാരെയും ഭയപ്പെടുത്തി. എല്ലാരും വല്ലാതെ പേടിക്കും. ഇവരെന്താണ് ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? ഞാൻ ജയിച്ചാൽ കിറ്റി തീർച്ചയായും ദേഷ്യപ്പെടും. തോറ്റാലോ പിന്നീട് ഒരിക്കലും എന്റെ മുഖം അവളുടെ അടുത്ത് കാണിക്കാൻ പറ്റില്ല. രാവിലെ വിരിഞ്ഞ പൂവിന് നല്ല മണമാണ്. ഇനി നിന്റെ ഒരു വശം തീയും ഒരു വശം കടലുമാണ്. അടികൈ. എന്തായാലും കിറ്റി തോറ്റാലും ഒരു പ്രശ്നവുമില്ല. എന്നാൽ എനിക്ക് ഈ മത്സരത്തിൽ ജയിച്ചേ മതിയാവൂ. എല്ലാ സ്ഥലത്തും നമ്മൾ ഡോളിന്റെ പോസ്റ്റർ ഒട്ടിച്ചു കഴിഞ്ഞു. ബണ്ണി വേഗം ഒട്ടിക്ക്. അല്ല, നിങ്ങൾ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? പ്രചരണം. നാട്ടുകാർ മുഴുവൻ വോട്ട് ചെയ്യണ്ടേ? നിന്റെ റോബയാണോ കിറ്റിയുടെ ഡോളാണോ ഒന്ന് തിരഞ്ഞെടുക്കണ്ടേ? എന്നെ ഈ കുരുക്കിൽപ്പെടുത്തിയത് നിങ്ങളല്ലേ. നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. നിനക്ക് ജയിക്കാൻ വേണ്ടി വൃത്തിയായിട്ട് പണികളൊക്കെ ചെയ്യല്ലേ? എന്റെ ഡോളിന്റെ പോസ്റ്റർ നശിപ്പിക്കുകയാണോ? അല്ല കിറ്റി, ഞാൻ ഇന്ന് ക്വാളിറ്റി ടെസ്റ്റ് സണ്ണിയുടെ റോബോ ബെസ്റ്റ്. മര്യാദയ്ക്ക് പൊയ്ക്കോ. നിങ്ങളുടെ വോട്ട് റോബോയ്ക്ക് കൊടുക്കണേ. നിങ്ങളുടെ വോട്ട് റോബോയ്ക്ക് കൊടുക്കണേ. നിങ്ങളുടെ വോട്ട് റോബോയ്ക്ക് തന്നെ കൊടുക്കണം. ഇന്ത്യ എന്നും ഫസ്റ്റാണ്. കിറ്റിയുടെ ഡോൾ ബെസ്റ്റാണ്. നിങ്ങളുടെ വോട്ട് ഡോളിന് കൊടുക്കൂ. നിങ്ങളുടെ വോട്ട് ഡോളിന് കൊടുക്കൂ. ഇന്ത്യ എന്നും ഫസ്റ്റ് ആണ്. കിറ്റിയുടെ ഡോള് ബെസ്റ്റ് ആണ്. ഇന്ത്യ എന്നും ഫസ്റ്റ് ആണ്. കിറ്റിയുടെ ഡോൾ ബെസ്റ്റ് ആണ്. ഇന്ത്യ എന്നും ഫസ്റ്റാണ്. കിറ്റിയുടെ ഡോൾ ബെസ്റ്റാണ്. ഇന്ത്യ എന്നും ഫസ്റ്റാണ്. കിറ്റിയുടെ ഡോൾ ബെസ്റ്റാണ്. അല്ല, ഞാനൊന്നും പറഞ്ഞതേ ഇല്ല. ഇങ്ങോട്ട് വരൂ. നിങ്ങൾ എല്ലാരും ഇവിടെ എത്തിയത് കൊണ്ട് തിരിച്ചു പോയിക്കോ. ഞാൻ പറയുമ്പോ വന്നാ മതി. മനസ്സിലായല്ലോ? ഇപ്പൊ പോയിക്കോ. ഇങ്ങോട്ട് വരൂ. നിങ്ങൾ വന്നതിന്റെ കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറയൂ. നിങ്ങൾ പറയാൻ പോകുന്ന കാര്യത്തിൽ കാര്യമില്ലെങ്കിൽ കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് പറയണം. അല്ലെങ്കിൽ കൈയും കാലും കെട്ടി ഞാൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി ഇടും. ഡോക്ടർ ബാലു, എന്റെ റോബോയും കിറ്റിയുടെ ഡോളും തമ്മിൽ ആരാണ് ബെസ്റ്റ് എന്നുള്ള കോമ്പറ്റീഷൻ നടത്താൻ പോവുകയാണ്. സണ്ണി ആവശ്യപ്പെടുന്നത് കിറ്റിയുടെ ഡോളിന് വോട്ട് ചെയ്യണം. ഹണി ഹണി, എന്തു പറ്റി? എന്റെ ബാഗ് താ പ്ലീസ്. നിനക്ക് മടി ഇത്തിരി കൂടുന്നുണ്ട്. തന്നെ തന്നെ വന്ന് എടുത്തൂടെ നിനക്ക്? നിന്റെ ബാഗ് എന്തിനാ ഞങ്ങളുടെ ഗാർഡനിൽ കൊണ്ടുവന്ന് വെച്ചത്? എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നിന്നെ കണ്ടിട്ട് എന്താ ദുർബലനായിട്ട് തോന്നുന്നത്? ഞാൻ ദുർബലനൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്തോ പ്രശ്നമുണ്ട്. ഒരു ബാഗ് പോലും പൊക്കാൻ കഴിയുന്നില്ല. പറഞ്ഞില്ല ഞാൻ, എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ലാന്ന്. ദേ നോക്കിക്കേ, ഇപ്പൊ എടുത്തു തരാം.
എനിക്കാകെ വയ്യാണ്ടായി കൊച്ചളിയ. ഈ ബാഗ് പോലും പൊക്കാൻ പറ്റുന്നില്ല. ഓ എടാ കഴുതേ, ഈ ബാഗിനെ ആരോ ഇവിടെ ആണി കൊണ്ട് തറച്ചു വെച്ചിരിക്കുക. ഇത് എന്റെ പ്രാങ്കാണ്, എന്റെ പ്രാങ്കാണ്. ഇതിലെല്ലാരും വീഴാറുണ്ട്. ഐ എം ദ ബിഗ്ഗസ്റ്റ് പ്രാങ്കർ. ഇപ്പതാ ഹണിക്കും കിട്ടി എന്റെ ഒരു പണി. ഇതിൽ ഇത്ര വലിയ കാര്യം എന്താ ഉള്ളത്? ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്കും സാധിക്കും. അയ്യോ അയ്യോ, എന്റെ കൈ ഈ കുടത്തിൽ കുടുങ്ങി. ഇനി ഞാൻ എന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് എങ്ങനെ പോകാനാ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതിപ്പോ കാണാൻ ബോക്സിംഗ് ഗ്ലൗസ് പോലെ ഇല്ലേ? പോയാട്ടെ, എന്തായാലും കൊള്ളാം. റാങ്ക് സക്സസ്ഫുൾ ആയി. നന്ദു 1, ഹണി 0. സോർദാർ വരൂ, നിന്നെ ഞാൻ പോകുന്ന വഴി മാർക്കറ്റിൽ വിടാം. താങ്ക് യു, താങ്ക് യു. എന്റെ അമ്മേ, കുറച്ച് കൂടി പോയെന്നൊരു സംശയം. നന്ദു 1, ഹണി 1. ഇത് കൊള്ളാമല്ലോ, സിംഹാസനം. അതെ, ഞങ്ങളിൽ ആരാണോ ജയിക്കുന്നത് അവർക്ക് ഈ സിംഹാസനത്തിൽ ഇരിക്കാം. ശരി, നിങ്ങളിൽ ആരെങ്കിലും ഇരിക്കുന്നത് വരെ ഞാൻ ഇരുന്നോളാം. അയ്യോ, ഞാനിവിടെ കുടുങ്ങിയെന്ന് തോന്നുന്നു. ഓ ഓ ഓ ഓ